അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഏറെ സ്നേഹം നിറഞ്ഞവരെ, ബലിപെരുന്നാൾ ത്യാഗത്തിൻ്റെയും സമർപ്പണത്തിൻ്റെയും ദിനം. ഓരോ ബലിപെരുന്നാളും നാം ഓർത്തെടുക്കുന്ന ചരിത്രം ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ചരിത്രമാണ്. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ചരിത്രം നാം വായിക്കുന്ന സമയം അതിൽ നിന്ന് ഒരുപാട് പാഠങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്, മനസ്സിലാക്കാനുണ്ട്. ഒരു വിശ്വാസി എന്ന നിലക്ക് ഇബ്രാഹിം നബിയുടെ ചരിത്രത്തിൽ നിന്ന് ചില പാഠങ്ങളെ നാം ഉൾക്കൊള്ളണം. ഒന്നാമതായിട്ട് ത്യാഗത്തിൻ്റെ ചരിത്രം തന്നെയാണ്. ഓരോ പരീക്ഷണങ്ങളും സ്വാഗതം ചെയ്തിട്ടുള്ള വ്യക്തിയായിരുന്നു ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം. ഖുർആൻ പറയുന്നുണ്ട്, വൈദിബ്തല ഇബ്രാഹിമു റബ്ബുഹു ബികലിമാത്തിൻ ഫഅതമ്മഹുൻ. ചില കാര്യങ്ങൾ കൊണ്ട്, ചില കൽപ്പനകൾ കൊണ്ട് നാം ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ പരീക്ഷിച്ച സന്ദർഭം. ആ പരീക്ഷണങ്ങളെ ഒക്കെ അതിജീവിച്ച് അവയിൽ നിന്നൊക്കെ കൃത്യമായ വീക്ഷണത്തോടുകൂടി അവയെ നേരിട്ട വ്യക്തിയായിരുന്നു ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ ഇമാമാക്കിയിട്ട് പ്രഖ്യാപിക്കുകയും ചെയ്യുകയാണ്. നോക്കൂ, ഓരോ പരീക്ഷണങ്ങൾ കടന്നു വരുമ്പോഴും ആ പരീക്ഷണങ്ങളെ സ്വാഗതം ചെയ്യാനുള്ള ഒരു മെൻറ്റാലിറ്റി ഉണ്ടാവുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. നമ്മുടെ ജീവിതത്തിലേക്ക് നാം പരീക്ഷണങ്ങളെ സ്വാഗതം ചെയ്യാൻ ഇഷ്ടമില്ലാത്ത ആളുകളായിരിക്കും. പരീക്ഷണം എന്ന് മാത്രമല്ല, സങ്കടങ്ങളെ സ്വാഗതം ചെയ്യാൻ ഇഷ്ടമില്ലാത്ത ആളുകളാണ്. പ്രയാസങ്ങളെ സ്വാഗതം ചെയ്യാൻ ഇഷ്ടമില്ലാത്ത ആളുകളാണ്. നമ്മുടെ പ്രാർത്ഥനയിൽ പോലും സന്തോഷവും സുഖവും മാത്രമാണ് ഉണ്ടാവുക. പ്രാർത്ഥനയിൽ അങ്ങനെ ഉണ്ടാവുകയാണെങ്കിൽ പോലും പലപ്പോഴും നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന സങ്കട നിമിഷങ്ങളെ കൃത്യമായിട്ട് നോക്കിക്കാണുവാനും ഉൾക്കൊള്ളുവാനും നാം പഠിക്കേണ്ടതുണ്ട്. ഇബ്രാഹിം നബി സ്വലാത്തു വസ്സലാമിൻ്റെ ചരിത്രം അദ്ദേഹത്തിൻ്റെ ചെറുപ്പകാലം മുതലേ പരീക്ഷണങ്ങൾ ഇങ്ങനെ ഏറ്റുവാങ്ങിയതായിട്ട് കാണാൻ പറ്റും. ഉപ്പയോടുള്ള പ്രബോധനം നമുക്ക് കാണാം. അതേപോലെ തന്നെ രാജാവിനുള്ള പ്രബോധന ശൈലി നമ്മൾ എടുത്തു നോക്കിയാലൊക്കെ ഒരുപാട് പ്രയാസങ്ങളും പരീക്ഷണങ്ങളും ഏറ്റുവാങ്ങി അവയിലൊക്കെ വിജയിച്ചിട്ടുള്ള ചരിത്രമാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ചരിത്രം എന്ന് പറയുന്നത്. രണ്ടാമത്തത് ഇബ്രാഹിം നബിയുടെ ഇബ്രാഹിം നബിയിൽ നിന്നുള്ള ഗുണപാഠം എന്ന് പറയുന്നത് പ്രതീക്ഷകൾ അസ്തമിക്കാതിരിക്കുക എന്നുള്ളതാണ്. നോക്കൂ, നമുക്കറിയാം, ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാം എന്ന് പറയുന്ന ഒരു കുട്ടി ഇബ്രാഹിം നബിക്ക് ജനിക്കുന്നത് അദ്ദേഹത്തിൻ്റെ വാർദ്ധക്യ കാലത്തിലാണ്. ഒരുപാട് തവണ നിരന്തരം പ്രാർത്ഥിച്ച് പ്രതീക്ഷ അസ്തമിച്ചു പോകാതെ പ്രാർത്ഥനയിലൂടെ അള്ളാഹുവിൻ്റെ വിധിയെ കാത്തിരിക്കുന്ന ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെയാണ് പഠിപ്പിച്ചിരുന്നത്. അവിടെയും നമുക്കുള്ള പാഠം അത് തന്നെയാണ്. കാത്തിരുന്നാൽ തെളിയാത്ത ഒരു ജലാശയവുമില്ല എന്ന് പറയാറുണ്ട്. ചില കാര്യങ്ങൾ അള്ളാഹു നിശ്ചയിച്ചിട്ടുള്ള സമയം എത്തുന്നവരെ കാത്തിരിക്കേണ്ടി വരും. അള്ളാഹുമല മാനിഅ ലിമാ അഅ്തൈത മുഅ്തിയ ലിമാ മനഅത വലാ യൻഫഉദൽ ജദ്ദി വമിൻകൽ ജദ്. ഈ പ്രാർത്ഥന നമ്മെ പഠിപ്പിക്കുന്ന പാഠം അതാണ്. അള്ളാഹ് തടഞ്ഞു വെച്ചത് നൽകുവാൻ ആരുമില്ല. അള്ളാഹ് നൽകാൻ വിചാരിച്ചൊരു കാര്യത്തെ തടഞ്ഞു വെക്കുവാനും ലോകത്ത് ആരും ഇല്ലതാനും. അതുകൊണ്ട് നമുക്ക് അള്ളാഹ് അനുഗ്രഹം തരാൻ വെച്ചിട്ടുള്ളൊരു സമയം എത്തും. ആ സമയത്ത് അള്ളാഹുവിൻ്റെ അനുഗ്രഹം വരിക തന്നെ ചെയ്യും എന്ന പ്രതീക്ഷ അസ്തമിക്കാത്ത മനുഷ്യനാവുക പ്രതീക്ഷയുടെ പാഠമാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ചരിത്രത്തിൽ നിന്ന് നമുക്ക് പഠിക്കാനുള്ള മൂന്നാമത്തെ പാഠം എന്ന് പറയുന്നത് സഹനത്തിൻ്റെ പാഠമാണ്, ക്ഷമയുടെ പാഠമാണ്. നോക്കൂ, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം നേരിട്ട പരീക്ഷണങ്ങളിലൊക്കെ അവ ക്ഷമയോട് കൂടിയിട്ട് നേരിട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. ഒന്നാമതായിട്ട് മകൻ ജനിക്കാൻ വൈകിയിട്ടുള്ളൊരു സന്ദർഭം നമുക്കറിയാം അല്ലേ. ഒരുപാട് പ്രാർത്ഥിച്ചിട്ടാണ് ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഉണ്ടാകുന്നത്. രണ്ടാമത്തത് പ്രബോധനം ചെയ്യുന്ന സമയം ഉപ്പയോട് പ്രബോധനം ചെയ്യുന്നുണ്ട്. വിഗ്രഹാരാധകനായിട്ടുള്ള ഉപ്പയോട് താങ്കൾ ചെയ്യുന്നത് തെറ്റാണ് എന്ന് ക്ഷമയോടുകൂടി അവയെ ആ പ്രബോധന ശൈലി അവിടെ പഠിപ്പിച്ചിരുന്നു. രാജാവിനോട് പ്രബോധനം ചെയ്യുമ്പോഴും ആ സഹനത്തിൻ്റെ പാഠം പഠിപ്പിച്ചിരുന്നുണ്ട്. മറ്റൊന്ന്, ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെയും ഹാജറ ബീബിയെയും മക്കയിൽ കൊണ്ടാക്കുന്ന സന്ദർഭമുണ്ട്. ആ സന്ദർഭത്തിൽ അവിടെ ആ തരിശുഭൂമിയിൽ ഭാര്യയെയും മകനെയും തനിച്ചാക്കിയിട്ട് നടന്നു പോകുമ്പോൾ ക്ഷമയോടുകൂടി അള്ളാഹുവിൻ്റെ വിധിയാണ് എന്ന ഉറപ്പോടു കൂടിയിട്ട് കടന്നു പോവാണ്. അള്ളാഹ് രക്ഷപ്പെടുത്തുമെന്ന കൃത്യമായ പ്രതീക്ഷയും വിശ്വാസം. അവിടെയൊക്കെ ക്ഷമയുടെ പ്രവാചകനെ പഠിപ്പിച്ചിരുന്നു. അങ്ങനെ മകനെ അറക്കാൻ വേണ്ടിയിട്ട് പോകുന്ന സന്ദർഭവും ആ സന്ദർഭത്തിലും അവിടെയും ക്ഷമയോടുകൂടി അള്ളാഹുവിൻ്റെ കൽപ്പനയെ യഥാവധി സ്വീകരിക്കുന്ന പ്രവാചകനെയാണ് പഠിപ്പിച്ചിരുന്നത്. അപ്പോൾ സഹനത്തിൻ്റെ പാഠം, അതേപോലെ തന്നെ പ്രതീക്ഷയുടെ പാഠം, അങ്ങനെ ഒരുപാട് പാഠങ്ങൾ പഠിപ്പിച്ചിരുന്നുണ്ട് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ചരിത്രം. മറ്റൊന്ന് കുടുംബം എന്ന് പറയുന്നതാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ചരിത്രം നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ ആ കുടുംബവും വിശ്വാസത്തിൽ അടിയുറച്ച കുടുംബമായിട്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഒന്ന്, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ദൃഢത തന്നെയാണ്. രണ്ടാമത്തത്, ഹാജറ ബീവിയുടെ ആ ഒരു വിശ്വാസത്തിൻ്റെ കരുത്ത്, ആ തഖ്വയുടെ കരുത്ത് നമുക്ക് കാണാൻ പറ്റും. മക്കയിൽ തനിച്ചാക്കിയിട്ട് പോകുമ്പോൾ ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. നമ്മുടെ ഭാഷയിൽ പറയുകയാണെങ്കിൽ സന്ദർഭമല്ലേ,
തരിശുഭൂമിയാണ്, അങ്ങ് ഇത് കാണുന്നില്ലേ, ഇവിടെ ഭക്ഷണം, വെള്ളം, ഇങ്ങനത്തെ ഒരുപാട് സൗകര്യങ്ങളുടെ കുറവുകളുണ്ട്. ആരാണ് രക്ഷപ്പെടുത്തുക, ആരാണ് തുണയാകുക? ഇങ്ങനത്തെ കുറേ ചോദ്യങ്ങൾക്ക് മുമ്പിൽ ഇബ്രാഹിം നബി മൗനമായിട്ട് കടന്നു പോകുമ്പോൾ അവസാനത്തെ ചോദ്യം ചോദിക്കുന്നുണ്ട്, അള്ളാഹുവിൻ്റെ നിർദ്ദേശപ്രകാരമാണോ പോകുന്നത്? എങ്കിൽ ഓക്കെ, റെഡിയാണ്. കാരണം അള്ളാഹ് നോക്കും, ഹസ്ബി അള്ളാഹ് വ നിഅമൽ വക്കീൽ. അതുമാത്രമല്ല, വെള്ളം കിട്ടാതെ ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാം കരയുന്ന സന്ദർഭത്തിൽ ഒരുപാട് ദൂരം യാത്ര ചെയ്ത് സഞ്ചരിച്ച് വെള്ളം അന്വേഷിക്കുന്ന ഹജറ ബിബി, അവിടെയും പ്രാർത്ഥന മാത്രമല്ല പ്രവർത്തനവും അതോടൊപ്പം വേണമെന്ന വിശ്വാസത്തിൻ്റെ മറ്റൊരു ഭാഗം കൂടെ ഹജറ ബിബി പഠിപ്പിച്ചു തരുന്നുണ്ട്. അങ്ങനെ വിശ്വാസി ആയിട്ടുള്ള ഒരു വിശ്വാസത്തിൻ്റെ ദൃഢതയുള്ള കുടുംബത്തെ പഠിപ്പിച്ചിരുന്നു. ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ചരിത്രവും അത് തന്നെയാണ്. മകൻ വലുതായി കുറച്ച് കഴിയുമ്പോഴാണ് അറക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അറക്കാൻ വേണ്ടിയിട്ട് പോകുമ്പോഴും ഉപ്പയോട് പറയുന്നത്, അങ്ങയോട് അള്ളാഹ് എന്താണോ കൽപ്പിച്ചത് അത് താങ്കൾ എന്ത് ചെയ്യുക, പ്രവർത്തിച്ചു കൊള്ളുക, എന്നെ തിരിച്ചു കിടക്കുക. കാരണം എൻ്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ താങ്കൾ ഈ ദൗത്യത്തിൽ നിന്ന് പിന്മാറിപ്പോയേക്കാം. അവിടെയൊക്കെ ആ ഒരു വിശ്വാസത്തിൻ്റെ അത്രയും കരുത്ത് ആ കുടുംബസമേതം നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, പഠിപ്പിച്ചിരുന്ന വലിയ സുന്ദരമായിട്ടുള്ള പാഠം. അതുകൊണ്ട് തന്നെയാണ് ഒയ്ദിബ്തല ഇബ്രാഹിമു റബ്ബുഹു ബി കലിമാത്ത് എന്ന് പഠിപ്പിച്ചിരുന്നത്. മാത്രമല്ല, ഒരു ഉപ്പയും മകനും എത്രത്തോളം സൗഹൃദത്തിലാണ് പോകുന്നത് എന്ന് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെയും അതേപോലെ മകൻ ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെയും ചരിത്രം നമുക്ക് പഠിപ്പിച്ചിരുന്നു. വൈദി അർഫ ഇബ്രാഹിമുൽ ഖവാഇദ മിനൽ ബൈത്തി വ ഇസ്മാഈലു റബ്ബന തഖബ്ബൽ മിന്ന ഇന്നക അൻത സമീഉൽ അലീം. കഅബയുടെ കില്ല മകനും പിതാവും കൂടിയാണ് പടുത്തുയർത്തുന്നത്. ആ പടുത്തുയർത്തുന്ന സമയത്തും രണ്ടാളുടെയും ഈമാൻ്റെ ഭാഗം കൂടി പഠിപ്പിച്ചിരുന്നുണ്ട്. അവിടെ ഏറ്റവും സ്വീകാര്യനായിട്ടുള്ള രണ്ട് വ്യക്തികളാണ് കഅബയുടെ കില്ല പടുത്തുയർത്തുന്നത്. അള്ളാഹു പറഞ്ഞിട്ടാണ് കഅബയുടെ കില്ല പടുത്തുയർത്തുന്നത്. എന്നിരുന്നാലും ശരി, അള്ളാഹുവെ റബ്ബന തഖബ്ബൽ മിന്ന ഇന്നക അൻത സമീഉൽ അലീം, പടച്ചോനെ നീ സ്വീകരിക്കണേ എന്നുള്ള നിഷ്കളങ്കതയുടെ അതേപോലെ തന്നെ കൃത്യമായിട്ടുള്ള നിയ്യത്തോടു കൂടിയിട്ടുള്ള ഒരു പ്രാർത്ഥന അവിടെ രണ്ടാളും കൂടി പഠിപ്പിച്ചു തരുന്നുണ്ട്. തൊട്ടടുത്ത ആയത്തിലും സൂറത്തുൽ ബഖറയിലെ തൊട്ടടുത്ത ആയത്തിലും അത് പഠിപ്പിച്ചിരുന്നു. ഞങ്ങളെ നീ മുസ്ലിമായിട്ട് നിലനിർത്തണേ എന്നാണ് പഠിപ്പിച്ചിരുന്നത്. ഞങ്ങളെ മാത്രമല്ല, ഞങ്ങളെ സന്തതി പരമ്പരയിൽ നിന്നും ഈ ഒരു ദൗത്യത്തെ പിൻപറ്റുന്ന ആളുകളെ ഉണ്ടാക്കി തരണേ എന്ന് പഠിപ്പിച്ചിരുന്നു. അങ്ങനെ വിശ്വാസത്തിൻ്റെ കരുത്ത് ആ കുടുംബത്തിൽ ഒന്നാകെ കാണുന്ന ഒരു സംഭവമാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ചരിത്രം നമുക്ക് പഠിപ്പിച്ചിരുന്നത്. മറ്റൊന്ന് പ്രബോധന ശൈലിയാണ്. പ്രബോധനത്തിൽ നിന്ന് ഒരിക്കലും പിന്മാറാത്ത ശൈലിയും ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പഠിപ്പിച്ചിരുന്നുണ്ട്. രാജാവിൻ്റെ അടുക്കൽ പോയി ആ രാജാവിനോട് താങ്കൾ വിശ്വസിക്കുന്ന വിശ്വാസം തെറ്റാണെന്നൊക്കെ പറഞ്ഞ് ഏകദൈവ വിശ്വാസത്തിലേക്ക് ക്ഷണിക്കുമ്പോൾ അവിടെ വെക്കുന്ന ഒരു കണ്ടീഷൻ, ഒന്നാമതായിട്ട് പരിചയപ്പെടുത്തുന്നത് എൻ്റെ ദൈവം മരിപ്പിക്കുകയും ജീവിപ്പിക്കുകയും ചെയ്യുന്ന ആളാണ്. രാജാവും അതേപോലെ ചെയ്തു കാണിച്ചു കൊടുത്തപ്പോൾ അതേ സമയം ഓൺ ദ സ്പോട്ടിൽ തിരിച്ചു പോവുകയില്ല, മറിച്ച് ആ പ്രബോധനത്തിൻ്റെ രീതിയെ, ആ ഹിക്മത്തിനെ മാറ്റി പ്രയോഗിക്കുകയാണ്. എൻ്റെ രാജാവ് അല്ലേ, സൂര്യനെ ഇന്ന സ്ഥലത്ത് നിന്ന് ഉദിപ്പിക്കുകയും ഇന്ന സ്ഥലത്ത് അസ്തമിപ്പിക്കുകയും ചെയ്യുന്ന ആളാണ്. താങ്കൾക്ക് സാധ്യമാവുമെങ്കിൽ അതിനെ നേരെ തിരിച്ചു ചെയ്യാൻ വേണ്ടിയിട്ട് പറയുന്നു. അതായത് ഒരു വഴിയിൽ തടസ്സം നേരിടുമ്പോൾ ആ തടസ്സത്തെ മാക്കി ലക്ഷ്യം കൃത്യമാക്കിയിട്ട് മുന്നോട്ട് പോയിട്ടുള്ള പ്രവാചകൻ്റെ ചരിത്രമാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ചരിത്രം പഠിപ്പിച്ചിരുന്നത്. ഈ ബലിപെരുന്നാൾ ദിനത്തിൽ നമുക്ക് ഇബ്രാഹിം നബിയുടെ ചരിത്രം പഠിക്കാനും മനസ്സിലാക്കാനും അതിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് തഖ്വയുടെ ഭാഗവും തൗഹീദിൻ്റെ ഭാഗവും ക്ഷമയുടെയും സഹനത്തിൻ്റെയും പ്രതീക്ഷയുടെയും തഖ്വയുടെയും ഒക്കെ പാഠങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കുവാൻ നമുക്ക് സാധ്യമാകേണ്ടതുണ്ട്. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.